ഒരു പ്രോഡക്റ്റിന്റെ MRP അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് GST എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഉദാഹരണത്തിന് 12% GST റേറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണെന്ന് കരുതുക. അതിന്റെ പ്രൈസ് ഇൻറ്റു 100/112 ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ ടാക്സ് ഇല്ലാതെയുള്ള വാല്യൂ, അതായത് ടാക്സബിൾ വാല്യൂ കിട്ടും. ഈ വാല്യൂവിനെ MRP പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ടാണ് അതിന്റെ GST ടാക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ 5% റേറ്റുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻറ്റു 100/105 ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടാക്സ് ഇല്ലാതെയുള്ള പ്രോഡക്റ്റിന്റെ വില. ആ പ്രോഡക്റ്റിന്റെ പ്രൈസിൽ നിന്ന് ഈ ടാക്സ് ഇല്ലാതെയുള്ള വില, അതായത് ടാക്സബിൾ വാല്യൂ മൈനസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% GST എത്രയാണെന്ന് കിട്ടും. ഈ കാൽക്കുലേഷൻ ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വന്ന GST നിരക്കിലുള്ള കുറവ് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കുറവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പല നിത്യോപയോഗ സാധനങ്ങളുടെയും ടാക്സ് റേറ്റ് 12% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. ഈ കുറവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ഫോളോ ചെയ്യൂ.